പലപ്പോഴും സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ആർത്തവ ക്രമക്കേടുകളും. അപ്പോൾ ആർത്തവത്തിൻ്റെ സമയത്താണെങ്കിൽ വയറുവേദന, തലവേദന, ഛർദ്ദിൽ, അല്ലെങ്കിൽ മെൻ്റലി ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇനി ആർത്തവ ക്രമക്കേടുകൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ചിലർക്ക് മെൻസസിൻ്റെ സമയത്ത് ബ്ലഡ് ഓവറായിട്ട് പോകാം, ചിലർക്ക് വളരെ കുറച്ച് മാത്രം പോകാം, അല്ലെങ്കിൽ ഈ പോകുന്ന ബ്ലഡിനുണ്ടാകുന്ന എന്തെങ്കിലും കളർ ചേഞ്ചസ്. ഇനി ടീനേജേഴ്സിലാണെങ്കിൽ ഈ ആർത്തവം ഫസ്റ്റ് വരുന്നതിന് നമ്മൾ മെനാർക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെനാർക്കി ഏർലി ഏജസിൽ വരിക, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടും പീരീഡ്സ് ആദ്യം വരാതിരിക്കുക. ഇനി ഇത് നിൽക്കുന്ന ആർത്തവ വിരാമം, മെനോപോസ് എന്ന് പറയും. അത് ഒരു 60 വയസ്സിനൊക്കെ ശേഷവും ആർത്തവം തുടരുക, ആർത്തവ വിരാമം ഉണ്ടാകാതെ ആർത്തവം തുടരുക, അല്ലെങ്കിൽ 38 വയസ്സിന് മുന്നേ ആയിട്ട് ആർത്തവ വിരാമമുണ്ട്. ഇങ്ങനെ തുടങ്ങി ആർത്തവ ക്രമക്കേടുകളുമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളേറെയാണ്. മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എല്ലാം കൂടി ഒരു 3-4 വീഡിയോസായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സ്കാൻഡി മെൻസ്ട്രേഷൻ, അല്ലെങ്കിൽ ആർത്തവ രക്തം കുറയുന്നതിൻ്റെ കാരണങ്ങൾ, അതുപോലെ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം തന്നെ സ്കാൻഡി മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവ രക്തം കുറയുന്നതിനെ പറ്റിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മെൻസ്ട്രൽ ബ്ലീഡിങ് കുറയുന്നത് നമ്മൾ ആരും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. എന്നാൽ ഓവർഫ്ലോ ആണെങ്കിൽ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് വറീഡാവുകയും വേണ്ട ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയും ചെയ്യാറുണ്ട്. ഓവർഫ്ലോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻസ്ട്രൽ ബ്ലീഡിങ് കുറയുന്നതും. ഈ കുറവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെയിലി ഒരു 2 പാഡിൽ താഴെ മാത്രമാണ് മാറ്റേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന ടൈം ഡ്യൂറേഷൻ കുറവാണ്, 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ മാത്രം. ചിലർക്ക് ബ്ലഡ് പോകണമെന്ന് തന്നെ ഇല്ല, സ്പോട്ടിംഗ് ആയിട്ട് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഇതാണ് സ്കാൻഡി മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസസിൻ്റെ ബ്ലീഡിങ് കുറവ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, പല പത്തോളജിക്കൽ സീരിയസ് ആയിട്ടുള്ള പല പത്തോളജിക്കൽ കണ്ടീഷൻസും ഇതിൻ്റെ പിന്നിലുണ്ടാകും. അപ്പോൾ അത് വേണ്ട രീതിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് ലേറ്റ് ആകും. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഫിസിയോളജിക്കലായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ചിലർക്ക് ജനറ്റിക്കായിട്ട്, ഇപ്പോൾ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കൊക്കെ ഇതുപോലെ മെൻസ്ട്രേഷൻ ബ്ലീഡിങ് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ജനറ്റിക്കായിട്ട് ബ്ലീഡിങ് കുറവായിരിക്കും. അത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മെനാർക്കിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആദ്യമായിട്ട് മെൻസസ് വരുന്ന സമയത്ത് ഇതുപോലെ ഹോർമോൺസ് ഒക്കെ റെഗുലറായി വരുന്ന ടൈമാണ്. ആ ഒരു ടൈമിലും ഇറഗുലറായിട്ട് ഇതുപോലെ ചെറിയ രീതിയിലായിരിക്കും തുടക്കത്തിൽ ബ്ലീഡിങ് ഉണ്ടാകുക. അതുപോലെ മെനോപോസിലേക്ക് പോകുമ്പോൾ ആർത്തവ വിരാമത്തോടടുക്കുന്ന സമയത്തും അത് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടാണ് ആർത്തവ വിരാമം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല, നോർമലായിട്ട് സംഭവിക്കുന്നതാണ്. ഇനി ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്കും ഇതുപോലെ മെൻസ്ട്രൽ ബ്ലീഡിങ് കുറവായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോണിൻ്റെ ലെവൽ കൂടിയിരിക്കും. ഈ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കുന്ന പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ, ഈ ഹോർമോൺ ഈസ്ട്രജൻ, മെൻസസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ട് ഹോർമോണുണ്ട്. അപ്പോൾ ഈ ഈസ്ട്രജൻ കുറയാൻ വേണ്ടിയിട്ട് പ്രൊലാക്റ്റിൻ കാരണമാകും. അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരിൽ ഇതുപോലെ മെൻസസ് ബ്ലീഡിങ് വളരെ കുറവായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഫിസിയോളജിക്കലായിട്ട് കാണുന്ന കാരണങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും കൊണ്ടാണ് മെൻസ്ട്രൽ ബ്ലീഡിങ് കുറയുന്നതെങ്കിൽ അതിനെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് തന്നെയാണോ കാരണം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഇനി പത്തോളജിക്കലായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സ്കാൻഡി മെൻസ്ട്രേഷൻ ഉണ്ടാകാമെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണം, ഏറ്റവും കോമൺ ആയിട്ടും കാണുന്ന കാരണം ഇതാണ്, അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥ. അപ്പോൾ ഈ രക്തക്കുറവ് കാരണം അവർക്ക് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ടെൻഡൻസിയും കുറവായിരിക്കും. അത് ശരീരം ബ്ലഡ് റിസർവ് ചെയ്ത് വെക്കാനേ നോക്കുള്ളൂ. അപ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ സ്കാൻഡി മെൻസ്ട്രേഷൻ കാണാറുണ്ട്. ഇനി ഇതുപോലെ ഓവർഫ്ലോ ആയാലും ശരി, സ്കാൻഡി മെൻസ്ട്രേഷൻ ആയാലും ശരി, അല്ലെങ്കിൽ മെൻസസുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളായാലും ഉടനെ ഉണ്ടാകുന്നൊരു സംശയമാണ് PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ആണോ എന്നുള്ളത്. ശരിയാണ്, PCOD കാരണം ഓവർഫ്ലോ ഉണ്ടാകാം, സ്കാൻഡി മെൻസ്ട്രേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു സൈക്കിളിൻ്റെ ഡ്യൂറേഷനകത്ത് 28 ദിവസം എന്നുള്ള സൈക്കിൾ കൂടിയിരിക്കുക അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുക, ഇനി മെൻസസ് ഇല്ലാത്ത മാസങ്ങളുണ്ടാകാം. അങ്ങനെ PCOD കാരണം ഒരുപാട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിനും കാരണം PCOD ആകണം എന്നില്ല. മറ്റു ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം മാത്രമാണ് ഈ PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ടീനേജേഴ്സ് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചിട്ടാണ് അധികവും ഈ ഒരു കേസ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എക്സാം ടൈമിനോടൊക്കെ അനുബന്ധിച്ച് അവർ നല്ല സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് മെൻസസിൽ ഇതുപോലെ ബ്ലീഡിങ് കുറവായിട്ട് കാണിക്കാറുണ്ട്. ഇനി ഒബീസായിട്ടുള്ള ആൾക്കാർ, അമിതവണ്ണവും ഇതുപോലെ ബ്ലീഡിങ് കുറയാൻ കാരണമാകാറുണ്ട്. ഈ ഒബീസായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വെയിറ്റ് റിഡക്ഷൻ ചെയ്താലും, അതായത് ശരീരത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ വെയിറ്റ് കുറയ്ക്കുന്ന, അതും ഓവറായിട്ട് എക്സസൈസ് ചെയ്തിട്ട്, ഓവർ എക്സസൈസും അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്ത അവസ്ഥയും ഇതുപോലെ മെൻസ്ട്രൽ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് കാരണമാകും. അങ്ങനെ ഓവർ എക്സസൈസ് ചെയ്തിട്ട് ആവശ്യത്തിൽ കൂടുതൽ വെയിറ്റ് റിഡക്ഷൻ ചെയ്താലും അത് മെൻസ്ട്രൽ ഫ്ലോ കുറയ്ക്കും. സോ നമ്മൾ നോർമലി എക്സസൈസ് ചെയ്യേണ്ട ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡെയിലി ഒരു 20 to 30 മിനിറ്റ്സ് മിനിമം അത്രയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്നതും ഇതുപോലെ മെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. അപ്പോൾ ഈ അത്ലറ്റ്സിലൊക്കെ കാണുന്നത് അത് തന്നെയാണ്. അവർ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ബോഡിക്ക് അധികം എനർജി ആവശ്യമായിട്ട് വരിക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഹോർമോൺസിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, ഹോർമോൺസിൻ്റെ റിലീസിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ഇത് പിന്നീട് മെൻസസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു രോഗാവസ്ഥയാണ് നമ്മൾ തൈറോയ്ഡ് ഡിസീസുകൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണിക്കാറുണ്ട്. ഇനിയൊരു കാരണം പറയുന്നത് കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന ഗുളികകൾ അല്ലെങ്കിൽ ഇഞ്ചെക്ഷനുകൾ. ഇത് നമ്മൾ ഓവറായിട്ട് എടുക്കുന്നത് ഇതുപോലെ ഹോർമോണൽ ഇംബാലൻസിന് കാരണമാവുകയും തുടർന്നത് ഇതുപോലെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി നമ്മൾ നേരത്തെ മുലയൂട്ടുന്ന അമ്മമാരിൽ പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. മുലയൂട്ടുന്നവരല്ലാത്ത സ്ത്രീകളിലും ഇതുപോലെ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പ്രൊലാക്റ്റിനോമ എന്നൊക്കെ പറഞ്ഞ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ വരുന്ന ഒരു ട്യൂമറുമായിട്ടനുബന്ധിച്ച് ഇതുപോലെ പ്രൊലാക്റ്റിൻ്റെ സെക്രീഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിലും അത് സ്കാൻഡി മെൻസ്ട്രേഷനൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരാവുന്ന കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ.